എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൽ ഉണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. കണ്ണു തുറക്കുകയും കൈകാലുകൾ അനക്കിയെന്നും ഉമാ തോമസിനെ കണ്ട ശേഷം മകൻ പ്രതികരിച്ചു. രാവിലെ 10 മണിക്ക് ചേരുന്ന മെഡിക്കൽ ബോർഡ് യോഗം സാഹചര്യം വിലയിരുത്തും. അതേസമയം കലൂർ സ്റ്റേഡിയത്തിൽ വൻ സുരക്ഷാ വീഴ്ച ഉണ്ടായതായെന്നാണ് പോലീസ്, ഫയർഫോഴ്സ്, പൊതുമരാമത്ത് വിഭാഗങ്ങളുടെ സംയുക്ത പരിശോധന റിപ്പോർട്ടിൽ വരുന്നത്. സ്റ്റേജ് നിർമ്മിച്ചത് അപകടകരമായെന്നും അധികമായി നിർമ്മിച്ച ഭാഗത്തിന് വേണ്ട ഉറപ്പ് ഉണ്ടായിരുന്നില്ല എന്നും റിപ്പോർട്ടിലുണ്ട്. അതേസമയം ദുർബല വകുപ്പുകളിട്ട് പോലീസ് കേസെടുത്തെന്ന് ആരോപിച്ച് UDF DGPക്ക് പരാതി നൽകി. കേസിൽ നടൻ സിജോയ് വർഗീസ് അടക്കമുള്ളവരുടെ മൊഴിയെടുക്കും. ദിവ്യ ഉണ്ണിയുടെ മൊഴിയെടുക്കാനും പോലീസ് ആലോചിക്കുന്നുണ്ട്. നവമി ദിനേശ് ചേരും കൂടുതൽ വിവരങ്ങളുമായി. നവമി, ഏറെ ആശ്വാസമുള്ള കാര്യം എന്ന് പറയുന്നത് രാവിലെ തന്നെ ഏറെ പ്രതീക്ഷയോടുകൂടി ഒരു വാർത്ത വരികയാണ്. കൊച്ചിയിൽ നിന്നും ഉമാ തോമസ് കണ്ണു തുറന്നു, ആരോഗ്യ നിലയിൽ പുരോഗതിയുണ്ടെന്നുള്ള വാർത്ത ഏറെ ആശ്വാസം നൽകുന്നതാണ്. എന്താണ് നിലവിലെ സാഹചര്യം? മെഡിക്കൽ ബുള്ളറ്റിൻ എപ്പോഴത്തേക്ക് വരും? എന്താണ് വിശദാംശങ്ങൾ നവമി? തീർച്ചയായും ഭവ്യ, ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും വരുന്ന വാർത്തകൾ നമുക്ക് ചെറിയൊരു ആശ്വാസം നൽകുന്നുണ്ട്. ഉമാ തോമസ് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും മകൻ വെന്റിലേറ്ററിലെത്തി. അമ്മ ഉമാ തോമസ് MLA കണ്ടിരുന്നു. ഉമാ തോമസ് കണ്ണു തുറന്നു, കൈകാലുകളൊക്കെ അനക്കാൻ പറഞ്ഞപ്പോൾ അനക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് തന്നെ വലിയൊരു ആശ്വാസത്തിൻ്റെ ഒരു വാർത്തയാണ് ആശുപത്രിയിൽ നിന്ന് വരുന്നത്. എന്തായാലും മെഡിക്കൽ ബോർഡിൻ്റെ യോഗം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. 9 മണിക്ക് തന്നെ യോഗം ആരംഭിച്ചു. 9:45 ഡോക്ടേഴ്സ് എന്തായാലും മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴെന്താണ് ഉമാ തോമസിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻസ്, ഇതിലുമായിട്ടുള്ള കൂടുതൽ വിവരം നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും കണ്ണു തുറന്ന് ഡോക്ടർമാർ പറയുന്നതിനൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു ആശ്വാസമാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസമായി വെന്റിലേറ്ററിൽ തന്നെ ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു ഉമാ തോമസ്. ഇന്ന് രാവിലെ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി, കണ്ണ് തുറന്നിട്ടുണ്ട്. താനെ തന്നെയാണ് കണ്ണ് തുറന്നത്. പിന്നീട് കൈകാലുകളൊക്കെ അനക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് വലിയൊരു സന്തോഷം നൽകുന്ന വാർത്ത കൂടിയാണ്. എന്തായാലും മെഡിക്കൽ ബോർഡ് യോഗം അവസാനിച്ച് മാധ്യമങ്ങളെ കണ്ടതിന് ശേഷമായിരിക്കും ഡോക്ടർമാർ പുതിയ വിവരങ്ങൾ, ആരോഗ്യ സംബന്ധമായിട്ടുള്ള പുതിയ വിവരങ്ങൾ അറിയിക്കുക. അതിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ആശുപത്രിക്ക് മുന്നിലാണ്, റിനൈ ആശുപത്രിക്ക് മുന്നിലാണ്. ഇവിടെയാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ ഡോക്ടേഴ്സ് മാധ്യമങ്ങളെ കണ്ട് ഉമാ തോമസിന്റെ ഏറ്റവും പുതിയ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുക. ഭവ്യ. അതേസമയം നവമി, പ്രധാനപ്പെട്ട കാര്യം ഈ അന്വേഷണം, അത് ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു? അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? പ്രത്യേകിച്ചും വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന തരത്തിലൊക്കെ വാർത്തകൾ വന്ന സാഹചര്യമാണ്. വേണ്ട മുൻകരുതലുകൾ ഉണ്ടായിരുന്നില്ല എന്ന വാർത്ത വന്ന സാഹചര്യം. അഴിമതി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, പണപ്പിരിവ് നടന്നു എന്ന് പറയുന്നു. അങ്ങനെ ആരോപണങ്ങൾ നിരവധിയാണ് ഓരോ ദിവസവും വരുന്നത്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ അന്വേഷണം ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു നവമി? നമുക്കറിയാം, ഈ സംഭവം തുടങ്ങിയതിന് പിന്നാലെ തന്നെ ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ് ഈ സംഘാടകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതുവരേക്കും വ്യക്തമാണ്. പോലീസിന്റെയും GCDന്റെ ഒക്കെ റിപ്പോർട്ട് പ്രകാരം അത് പുറത്തു വരികയും ചെയ്തു. എന്തായാലും ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഈ പോലീസിന്റെ അന്വേഷണം അത് തുടങ്ങിക്കഴിഞ്ഞു. പോലീസ് ഇതിനോടകം തന്നെ 3 പേരെയാണ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തത്. ഈ ജാമ്യത്തിൽ വിട്ടയച്ച നടപടിക്കെതിരെ UDF ഒരു പരാതി നൽകിയിട്ടുണ്ട് DGPക്ക്. അതായത് നിസ്സാര വകുപ്പുകൾ ചുമത്തി പ്രതികളെ രക്ഷപ്പെടാൻ സഹായിക്കുന്ന ഒരു സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും IG ഈ പരാതി കൈമാറുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ തൃക്കാക്കര മണ്ഡല കമ്മിറ്റിയാണ് ഈ പരാതിയുമായി DGPയെ സമീപിക്കുകയും ചെയ്തത്. മറ്റൊരു കാര്യം, ഇതിന്റെ ഒരു സംഘാടനത്തിലെ വീഴ്ചയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പോലീസ് ദിവ്യ ഉണ്ണിയെ ഉടൻ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം അവരായിരുന്നു ഈ പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡറായി എത്തിയത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു സംഘാടനവുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ, വിവരങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ആയിരിക്കും ദിവ്യ ഉണ്ണിയെ വിളിച്ചു വരുത്തുക. അതോടൊപ്പം തന്നെ നടൻ സിജോയ് വർഗീസിന്റെയും മൊഴിയെടുക്കും. സിജോയ് വർഗീസ് ഈ പരിപാടിയുടെ ഒരു PR ആയി ജോലി ചെയ്ത, ഈ പരിപാടിയുടെ ഒക്കെ മുഖ്യ പങ്കാളിയായി മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു സിജോയ് വർഗീസ്, നടൻ കൂടിയാണ്. അപ്പോൾ സിജോയ് വർഗീസിനെയും ദിവ്യ ഉണ്ണിയുടെയും മൊഴിയെടുക്കാൻ ഉടൻ തന്നെ പോലീസ് വിളിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സിജോയ് വർഗീസിന്റെ സാമ്പത്തികമായി എന്തെങ്കിലും ഇടപാട് ഇതിൽ നടത്തിയിട്ടുണ്ട്, സാമ്പത്തിക ലാഭം എത്രത്തോളം കിട്ടി എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അങ്ങനെ പറയാൻ കാരണം, ഈ രക്ഷിതാക്കളൊക്കെ വലിയ രീതിയിൽ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. വലിയൊരു സാമ്പത്തികം അവരുടെ കയ്യിൽ നിന്നും ഈ പരിപാടിയുടെ ഭാഗമായി വാങ്ങിച്ചെടുത്തു എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഇവർ വാഗ്ദാനം നൽകിയ സൗകര്യങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. ഇത് വലിയൊരു പണത്തട്ടിപ്പ് തന്നെ നടത്തിയെന്നൊക്കെ പല രക്ഷിതാക്കളും, അതായത് സംസ്ഥാന സർക്കാരിന്റെ പരിപാടി എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ പിരിച്ച് ഇത്രയും ആളുകളെ ഈ ഒരു സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ച ഒരു
ഒരു സുരക്ഷയുമില്ലാതെ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്നുള്ള ചോദ്യമാണ് അവിടെ പ്രധാനമായും ബാക്കി നിൽക്കുന്നത്, അല്ലേ? തീർച്ചയായും ഭവ്യ, അത് തന്നെയാണ്. ഈ കോടികൾ ഓരോ രക്ഷിതാക്കളുടെ നിന്നും 3000 രൂപ 4000 രൂപ വീതം വാങ്ങുകയും പിന്നീട് ഇവരുടെ സ്റ്റേഡിയത്തിനുള്ളിൽ പ്രവേശിക്കണമെങ്കിൽ ബുക്ക് മൈ ഷോ വഴി മറ്റൊരു ടിക്കറ്റ് കൂടി എടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും ആയിരക്കണക്കിന് രൂപയാണ് ഇവർ പറ്റിച്ചെടുത്തത്. ഇതെന്തിനാണ് ഇത്തരത്തിലൊരു ഈ ഒരു ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിക്കുന്നതിന് വേണ്ടി ഈ ഒരു പരിപാടി നടത്തിയതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എന്തായാലും ഇതിലെ ചില ദുരൂഹതകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ആ ദുരൂഹതകൾ നീക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസിന്റെ അന്വേഷണം. ഇതിന്റെ ഭാഗമായാണ് സിജോയ് വർഗീസിനെയും ദിവ്യ ഉണ്ണിയെയും ചോദ്യം ചെയ്യാൻ വരും ദിവസങ്ങളിൽ വിളിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ മൃദംഗ വിഷൻ എന്ന് പറയുന്ന ഈ ഒരു ഇവന്റ്, അവരായിരുന്നു ഈ ഇവന്റ് സംഘടിപ്പിച്ചിരുന്നത്. ഇവരിലെ സിഇഒ അടക്കമുള്ളവരെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുകയും കൂടുതൽ അറസ്റ്റുകൾ രേഖപ്പെടുത്തുവാനും ഒക്കെ സാധ്യതയുണ്ട്. കാരണം അത്രമാത്രം ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് അവിടെ നടന്നത്, വീഴ്ചകളാണ് അവിടെ സംഭവിച്ചതെന്നും ഇതിനോടകം തന്നെ കണ്ടെത്തുകയും ചെയ്തു. ഈ സ്റ്റേജിലെ നിർമ്മാണത്തിലൊക്കെ വലിയ രീതിയിൽ പിഴവ് സംഭവിച്ചു. അത് തന്നെയാണ് ഈ ഉമാ തോമസിന്റെ വലിയൊരു അപകടത്തിലേക്ക് നയിച്ചതെന്നൊക്കെ പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ തന്നെയാണ് വളരെ വ്യക്തമാണ്. അതായത് ഈ അപകടത്തിലേക്ക് നയിച്ചത് അശ്രദ്ധമായി സ്റ്റേജ് കെട്ടിയതാണെന്ന് നേരത്തെ തന്നെ വ്യക്തമായ കാര്യമാണ്, അതിൽ സംശയമില്ല. പക്ഷെ അപ്പോൾ പോലും ഈ ഗിന്നസ് റെക്കോർഡിന്റെ പേരിൽ ഈ പണപ്പിരിവ് നടത്താനുള്ള ഒരു തട്ടിപ്പ് പരിപാടിയായിരുന്നു ഇതെന്നുള്ള സംശയമാണ് ഇപ്പോൾ നിലവിൽ ഉയരുന്നത് നവമി. അതേപോലെ തന്നെ ഈ മൃദംഗ വിഷൻ എന്ന കമ്പനിയുടെ ഇടപാടുകൾ സംശയത്തിലാക്കുന്നു. ഒപ്പം ഓസ്കാർ ഇവന്റ്സ് എന്ന ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ഇടപാടുകൾ സംശയത്തിലാക്കുന്നു. ഇതൊക്കെ ഇനി അന്വേഷിക്കണമെങ്കിൽ പ്രധാനമായും പോലീസ് കൂടുതൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കേണ്ടതുണ്ടാകും, അല്ലേ നോമി? തീർച്ചയായും ഭവ്യ, കാരണം ഈ മൃദംഗ വിഷൻ ഇതിനു മുൻപ് തന്നെ ഇത്തരത്തിലൊരു ഗിന്നസ് പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അത് ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു. അന്ന് ഇത്രയേറെ കുട്ടികൾ ഉണ്ടാകാതിരുന്നതിനാൽ പിന്നീട് അത് ഈ ഗിന്നസ് റെക്കോർഡ് നേടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കലൂരിൽ ഈ 12,000-ലധികം കുട്ടികളെ വെച്ചുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കാൻ എത്തിയിരുന്നത്. അതിനിടയിലാണ് ഇത്ര വലിയൊരു അപകടം ഉണ്ടാവുകയും അതിനുശേഷം ആ പരിപാടി അവിടെ പൂർത്തിയാകുകയും ഗിന്നസ് റെക്കോർഡ് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ എന്തിനാണ് ഇത്രയും കുട്ടികളിൽ നിന്നൊക്കെ ഇത്ര വലിയ തുക തട്ടിയെടുത്ത്, അല്ലെങ്കിൽ എന്തിനാണ് ഇത്ര തുക ചിലവാക്കി ഇവരൊരു പരിപാടി സംഘടിപ്പിച്ചത്? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ. ഇതിൽ ഏതെങ്കിലും കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ? ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ അത് ഏത് വിധത്തിലാണ്? ഇതെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിലുണ്ട്. അതുകൂടി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വരും ദിവസങ്ങളിൽ ഈ സിജോയിനെ അടക്കമുള്ളവരെ വിളിച്ചു വരുത്തി മൊഴിയെടുത്ത് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങുന്നത്. അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഇവരുടെ ഒരു വീഴ്ച, ഈ ഒരു സംഘാടനത്തിലെ വീഴ്ച, ഈ സ്റ്റേജ് നിർമ്മാണത്തിലെ വീഴ്ചയുമായി ബന്ധപ്പെട്ട പരാതികളും എത്തുന്നത്. കൂടുതൽ പരാതികളുമായി രക്ഷിതാക്കൾ രംഗത്തെത്തിയാൽ തന്നെ പോലീസ് കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. എന്തായാലും എന്താണ് അവിടെ കൃത്യത്തിൽ സംഭവിച്ചത്? ഈ മൃദംഗ വിഷൻ ഈ ഒരു റെക്കോർഡ്, ഗിന്നസ് റെക്കോർഡിന് വേണ്ടി പരിപാടി സംഘടിപ്പിച്ചതിൽ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ? സാമ്പത്തിക തട്ടിപ്പ് ഇതിന് പിന്നിലുണ്ടോ? ഇതൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. അത് തന്നെയാണ് പോലീസും നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഭവ്യ, അതാണ് സാഹചര്യം. നോമി ദിനേശാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.